എല്ലാവരും സുഖായിരിക്കുന്നു, ഞങ്ങളും സുഖായിരിക്കുന്നു. ഋഷീനയാണ്. പിന്നെന്താ, അപ്പൊ ചോറൊക്കെ ഇതാ അടുപ്പത്ത് വെന്ത് കൊണ്ടിരിക്കുന്നു. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്ന് പൊന്തി പൊന്തി തലയിട്ട് നോക്കുന്നു ചോറ്. ഇന്നിപ്പോ എന്താ വേറൊന്നുമില്ല, കറി വെക്കാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പോയപ്പോ മഴ പെയ്തപ്പോ നമ്മുടെ മുരിങ്ങ മരം നല്ല കുനിന്തുണ്ടായിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ച്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എനിക്കും കുഞ്ഞുനും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്നെ പോലെ മുരിങ്ങയോട് നല്ല അത്രമാത്രം ഭ്രാന്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ. ഈ മുരിങ്ങമരം വായി ഉണ്ടെങ്കിൽ കരഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ അത് എപ്പോ കുനിന്തിട്ടാലും അതിനെ ഞാൻ പോയി പൊട്ടിച്ചെടുക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് മുരിങ്ങ. അപ്പൊ ഇന്ന് എന്തായാലും കറി വെക്കാനൊന്നുമില്ല. നമ്മൾ യാത്രയൊക്കെ പോയി വന്നപ്പോൾ ഫ്രിഡ്ജൊക്കെ കാലിയാക്കി ഇട്ടിട്ടാണ് പോയത്, എല്ലാവരും അറിഞ്ഞില്ലേ. അപ്പൊ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ വിചാരിച്ചു എന്തായാലും മുരിങ്ങ വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി തിരിച്ച്. അപ്പൊ വൈകുന്നേരം പിന്നാലെ വന്നു വലിയ ആളെ പോലെ. തോട്ടിയൊന്നും വേണ്ട, മരം കയറി ഞാൻ പറിച്ചോളൂ. കണ്ടോ മുരിങ്ങ മരം കണ്ടോ, കാലിയാക്കി കുനിന്ന് വന്നതിനെല്ലാം ഞാൻ പൊട്ടിച്ചെടുത്ത്. ഇക്ക പറഞ്ഞു നിന്നിട്ട് അത് വായുണ്ടെങ്കിൽ നിന്നെ വല്ല തേറി പറഞ്ഞേനെന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും പൊട്ടിച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ 2 നേരം ഇരുന്ന് കഴിക്കാലോ. അങ്ങനെ ഇതാ പൊട്ടിച്ച് നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു. വരുന്ന വഴി തീ കത്തിയൊന്നുമില്ല, ഒന്നങ്ങോട്ട് ചെനക്കി വിട്ടു. നമ്മുടെ പാലക്കാടൻ ഭാഷ തീ ഒന്ന് ചെനക്കി വിട്ടു. ഇനിയിപ്പോ എന്താ, ഇതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, വൃത്തിയാക്കി കറി വെക്കണം. പരിപ്പിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. വറുക്കാന്ന് പറഞ്ഞാൽ എന്താ, വറുക്ക മീൻസ് മുരിങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് ചെയ്താൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് തീരെ തികയില്ല. ഇത് കുനിന്താവുമ്പോ പരിപ്പിലിട്ടാൽ നല്ല രസം ഉണ്ടാവും. അങ്ങനെ പരിപ്പൊക്കെ വേവിച്ചിട്ട് ഇനി കറിയൊക്കെ വെച്ച് ചോറുണ്ണട്ടെ. ടാറ്റാ.